നമസ്കാരം. എൻ്റെ പേര് സുരേഷ് പുത്തൻവീട്ടിൽ. പൊതുവെ പറയാറുണ്ട്, ഈ ഷുഗർ വന്നവര് അതുപോലെ അസുഖമുള്ളവർക്കൊക്കെ ഈ വെള്ളരി കഴിക്കാൻ പാടില്ല, എല്ലാവർക്കും ബ്ലാക്ക് റൈസോ അല്ലെങ്കിൽ ബ്രൗൺ റൈസോ കഴിക്കണം. പക്ഷെ നമ്മുടെ പൂർവികന്മാര് എത്ര അരികളാണ് നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ അരി, ഇതിന്റെ പേര് തൂയമല്ലി എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 കർഷകരാണ് കൃഷി ചെയ്തത്. ഒന്ന് ഞാനും, പിന്നെ എൻ്റെ സുഹൃത്ത് വയനാട്ടിലും പാലക്കാട്ടിലെ ഒരു കർഷകനും. ഇങ്ങനെ 3 പേരാണ് ഈ അരി കേരളത്തിൽ കൃഷി ചെയ്തത്. ഇതിൽ എത്രമാത്രം ഗുണങ്ങൾ ഈ അരിയിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വയറ് സംബന്ധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും നമ്മൾക്ക് ഈ തൂയമല്ലിയുടെ അരി നമ്മൾക്ക് കഴിക്കാം. 2, നമ്മുടെ ശരീരത്തിൽ പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം എന്താണ്? അവർ പഴയ ചോറാണ്. പഴയ ചോറിന് ഏറ്റവും നല്ലത് ഈ അരിയാണ്. ഇതിന്റെ പഴയ ചോറ് രാവിലെ വൈകുന്നേരം ചോറ് വെച്ച് അത് രാവിലെ നമ്മൾ പുളിക്കാത്ത തൈര്, ചെറിയൊരു ഇഞ്ചി, 1-2 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ചതച്ച് ആ പുളിക്കാത്ത തൈരും ഉപ്പൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ ബാക്ടീരിയ 2 ഇരട്ടിയാണ് വർദ്ധിപ്പിക്കുന്നത്. ആ ബാക്ടീരിയ 2 ഇരട്ടി വർദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ദഹനപ്രവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ തലചുറ്റല്, നമ്മുടെ ക്ഷീണം എല്ലാം മാറും. അപ്പൊ പൂർവികന്മാര് എത്ര അരികളാണ് നമ്മൾക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. അതെല്ലാം വീണ്ടെടുക്കുക, എന്നിട്ട് ഓരോ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഓരോ അരികൾ കഴിക്കുക. ഇതാണ് ആ തൂയമല്ലി പറയുന്ന അരി. ഇത് സ്കിന്നിന്, അതുപോലെ തന്നെ തലമുടി, ഇതെല്ലാം സ്കിന്ന് നല്ല രീതിയിൽ തിളങ്ങാനും തലമുടി നല്ല രീതിയിൽ വളരാനും ഈ അരിക്ക് കഴിവുണ്ട്. വയറുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖത്തിനും ഇതിന് കഴിവുണ്ട്. ഇത് ഒരു വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ക്ഷീണം മാറ്റാൻ ഈ അരിക്ക് കഴിയും. ഇതിന്റെ പേര് തൂയമല്ലി എന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ കൃഷി ചെയ്തതാണ്. 140 ദിവസമാണ് ഇതിന്റെ പ്രായം. ഇത് വെള്ളരിയാണ്. ഈ ഷുഗർകാർക്ക് വെള്ളരി കഴിക്കാൻ പാടില്ല, അവർക്ക് ബ്രൗൺ റൈസ്, തവിടുള്ളരി കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രചരണമുണ്ട്. പക്ഷെ നമ്മുടെ പൂർവികന്മാര് ഇതെല്ലാം മുൻകൂട്ടി കണക്കാക്കിയിട്ടാണ് നമ്മൾക്ക് ഓരോ തരം അരിയും നമ്മൾക്ക് തന്നിട്ട് പോയത്. ഇത് ഷുഗർകാർക്ക് വേണ്ടി മാത്രം കഴിക്കുന്ന തവിട് കളയാത്ത അരിയാണ്. കൂടുതൽ ധാതുക്കളുണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ B1 ഉണ്ട്, സിങ്ക് ഉണ്ട്. ഈ 3 കൂടി ഉള്ള അരി ആയതുകൊണ്ട് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം നല്ല രീതിയിലാകും, ഞരമ്പുകളുടെ പ്രവർത്തനം നല്ല രീതിയിലാകും. ഇത് രക്തശാലിയാണ്. ഈ രക്തശാലി ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നെൽകൃഷി ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വാർത്തെടുക്കുക. രോഗവിമുക്ത കേരളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 1 ബൂത്ത് 10 യൂത്ത്. ഒരു ബൂത്തിൽ 10 ചെറുപ്പക്കാർക്ക് പരമ്പരാഗത അരികൾ കൊടുത്തിട്ട് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാം. പുതിയ ഒരു തലമുറയെ, ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാം. ഈ അരികൾക്കൊക്കെ ആവശ്യക്കാർ ബന്ധപ്പെടുക. എന്റെ ഫോൺ നമ്പർ 99 61 360 653. എന്റെ